ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ നേതാക്കളുടെ യോഗത്തിനു ശേഷം കെ.സി. വേണുഗോപാൽ, അതേപോലെ ദീപാദാസ് മുൻഷി, കെ. സുധാകരൻ ഇവർ മാധ്യമങ്ങളിലൂടെ നൽകാൻ ശ്രമിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടണം, നേതാക്കൾക്കിടയിൽ ഐക്യമില്ലായ്മയുണ്ട് എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വലിയ സാധ്യതയാണ് മുന്നിൽ കാണുന്നത്, അതുകൊണ്ട് എങ്ങനെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണം എന്നതടക്കമുള്ള കാര്യങ്ങളുടെ പ്രാരംഭ ചർച്ചയാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നു. സംഘടന പുനഃസംഘടനയുണ്ടാകും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് താൽക്കാലികമായി ഇപ്പോൾ ഉണ്ടാവുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഐക്യമുറപ്പിച്ചു. നോക്കൂ, ഇന്നത്തെ യോഗത്തിൽ 29 നേതാക്കളാണ് പങ്കെടുത്തത്. അതിൽ 4 പേരെ നമുക്ക് മാറ്റി നിർത്താം. അവർ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണ്. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, കെ.സി. വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി. ഓഫ് കോഴ്സ് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ളൊരു MP ആണ് എങ്കിൽ കൂടിയും ആ 4 പേരും ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണെങ്കിൽ ബാക്കി 25 പേരും കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രമുഖരായ നേതാക്കളാണ്. ഇവരെ ഇന്ന് വിളിച്ചു വരുത്തി ഈ യോഗം 3 മണിക്കൂറോളം നടത്തിയതിന് ശേഷം ദീപാദാസ് മുൻഷി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് നമ്മൾ കേൾക്കുന്നത് നല്ലതാണ്. അവർ പറഞ്ഞത് പൊളിറ്റിക്കലി പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ എ ചേഞ്ച്. കേരളത്തിൽ ഒരു ഭരണമാറ്റം വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. സോ വി ഷുഡ് നോട്ട് ഡു എനിത്തിങ് വിച്ച് വിൽ ഡിസ്റെസ്പെക്ട് ദ പീപ്പിൾ ഓഫ് കേരള. അതുകൊണ്ട് ആ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളെ ബഹുമാനിക്കാത്ത ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. ദിസ് വാസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ഫ്രം ദി ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ശക്തമായ സൂചന ഇതാണ്. അപ്പോൾ ഇവർ ഈ യോഗം വിളിച്ചത് എന്തിനാണ്? ഈ യോഗം വിളിച്ചിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുതന്നെയാണല്ലോ അല്പം മുമ്പ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. സംസ്ഥാനത്തൊരു ജനവിരുദ്ധ സർക്കാരാണ് നിലനിൽക്കുന്നത്. ആ സർക്കാരിനെ പുറത്താക്കണമെന്ന് കേരളം ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങളെന്താ ചെയ്യേണ്ടത്? അവരെ അപമാനിക്കുന്നതോ അവർക്ക് അവിശ്വാസമുണ്ടാക്കുന്നതോ ആയ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഇതാണ് ഹൈക്കമാൻഡിൽ നിന്ന് വിളിച്ചിട്ട് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി ദീപാദാസ് മുൻഷി പറയുന്നുണ്ട്. ഇനി ആരെങ്കിലും ഇതിനെതിരായി പ്രവർത്തിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഒരു പാർട്ടി അതിൻ്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കളെ വിളിച്ചു ചേർത്തൊരു യോഗം നടത്തിയതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആ പാർട്ടിയുടെ നേതാക്കൾക്കുള്ള ശാസനയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നേ. അല്ലാതെ ഓഫ് കോഴ്സ് ദീപദാസ് മുൻഷി പറയുന്നുണ്ട് ഏപ്രിലിൽ വലിയൊരു സ്റ്റേറ്റ് കോൺഫറൻസ് നടത്താൻ പോകുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലായിരിക്കും ആ സ്റ്റേറ്റ് കോൺഫറൻസ്. ആ കോൺഫറൻസോട് കൂടി ഈ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും അതുപോലെ തന്നെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ളൊരു റോഡ് മാപ്പ് ഉണ്ടാക്കും. ആ റോഡ് മാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തിക്കും. ഇത് മാത്രമാണ് ഇന്ന് സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു തയ്യാറെടുപ്പ് എന്ന നിലയ്ക്ക് ദീപാദാസ് മുൻഷി പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതേ ഈ പാർട്ടി നേതാക്കൾക്കുള്ള മുന്നറിയിപ്പുകളാണെന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഈ യോഗം വിളിച്ചു കൂട്ടിയത് ഇതൊരു പ്രധാനപ്പെട്ട യോഗമായിട്ടാണല്ലോ നമ്മൾ കരുതിയിരുന്നത്. പ്രധാനപ്പെട്ട യോഗം തന്നെയാണ്. പക്ഷേ ഈ പ്രധാനപ്പെട്ട യോഗം നടന്നത് അടുത്ത് നടക്കാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി എങ്ങനെ സംഘടനയെ സജ്ജമാക്കാമെന്നതിനെ സംബന്ധിച്ചേ അല്ല. മറിച്ച് ഈ നേതാക്കൾ പല തട്ടിൽ നിന്നുകൊണ്ട് തമ്മിൽ തല്ലുന്നു. അത് ജനങ്ങൾക്കിടയിലൊരു വിശ്വാസക്കുറവുണ്ടാക്കുന്നു. അവർക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും ആശങ്കയുണ്ടാക്കുന്നു. അത് ദൂരീകരിക്കാതെ മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഇപ്പോഴില്ല എന്ന് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ ഹൈക്കമാൻഡ് പൂർണ്ണമായും കൺട്രോൾ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്നത്തെ യോഗത്തോടുകൂടി കാണുന്നത്. സാധാരണഗതിയിൽ ഈ ഹൈക്കമാൻഡിന് പൂർണ്ണമായും കീഴടങ്ങുന്ന ഒരു ഘടകമേ അല്ല കേട്ടോ KPCC എന്ന് പറയുന്നത്. KPCCയുടെ ചരിത്രം അങ്ങനെയാണ്. മുമ്പ് നമുക്കറിയാമല്ലോ, ഇന്ദിരാഗാന്ധിയെ പോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള നേതാവിനെ വെല്ലുവിളിച്ചിട്ടില്ലേ AK ആന്റണി പാർട്ടി വിട്ട് പുറത്തുപോയി വേറൊരു പാർട്ടി ഉണ്ടാക്കി ഇടതുപക്ഷമായിട്ട് ചേർന്നിട്ട് സർക്കാർ ഉണ്ടാക്കിയിട്ടില്ലേ കേരളത്തിൽ, അല്ലേ? അതേപോലെ തന്നെ കെ കരുണാകരൻ സോണിയാഗാന്ധിയെ വെല്ലുവിളിച്ച് പുറത്തു പോയിട്ട് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാവുന്ന ഒരു ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി ഒരിക്കൽ പോലും ഈ പറയുന്ന ഹൈക്കമാൻഡിൻ്റെ വിനീത വിധേയനായിട്ട് നിന്നിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയുണ്ടാവണം. ഞാൻ ഡൽഹിയിലുള്ള സമയത്താണ് T. സിദ്ദിഖിനെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് മാറ്റി M. ലുജുവിനെ പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധി. അന്ന് രാവിലെ ഫ്ലൈറ്റ് എടുത്ത് വന്നു ഉമ്മൻചാണ്ടി ഡൽഹിയിൽ. കേരള ഹൗസിൽ താമസിച്ചു, ഒരു മീറ്റിംഗ് നടത്തി, വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തിരിച്ചു വന്നു. T. സിദ്ദിഖിനെ തന്നെ പുനഃസ്ഥാപിച്ചു. ഈ രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന നേതാക്കന്മാരുണ്ട്. ഇന്നിപ്പോൾ എന്താ അവിടെ പോയ നേതാക്കന്മാർ ആരെങ്കിലും കുറഞ്ഞ ആളുകളാണോ? കെ. സുധാകരൻ KPCC അധ്യക്ഷൻ, VM സുധീരൻ മുൻ KPCC അധ്യക്ഷൻ, PJ കുര്യനെ പോലെ ലോക്സഭാ ഉപനേതാവായിരുന്ന ആൾ, അതുപോലെ ശശി തരൂർ, രമേശ് ചെന്നിത്തല, CLP ലീഡറായിട്ടുള്ള VD സതീശൻ, ഒറ്റയാൾ കുറഞ്ഞ ആളുകളില്ല. പക്ഷേ ഇവരെല്ലാവരും ഹൈക്കമാൻഡിൻ്റെ വിനീത വിധേയരാകാനാണ് ശ്രമിക്കുന്നത്. ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാനുള്ള ശക്തിയൊന്നും ഇവർക്കില്ല. അങ്ങനെ വെല്ലുവിളിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ കേരളത്തിലുണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം വിചാരിക്കുന്ന ഒരു ഭരണമാറ്റത്തിന് തടസ്സം നിൽക്കുമെന്ന് ഹൈക്കമാൻഡ് തന്നെ വിലയിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം എന്താ? രാജ്യത്തെ സാഹചര്യം എന്താ? ആകെ 3 സംസ്ഥാനങ്ങളിലല്ലേ അവർക്ക് ഭരണമുള്ളൂ. ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ സംസ്ഥാനങ്ങൾ നോക്കിയേ. അസം, ബീഹാർ,
ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഉത്തർപ്രദേശ്, ബംഗാൾ, തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും കോൺഗ്രസിന് ഒരു അവസരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ആ വിലയിരുത്തൽ കോൺഗ്രസിന് ഇല്ലെന്നേ, സാധ്യതയുമില്ല. ഇനിയിപ്പോൾ ബീഹാറിൽ ഒരു അത്ഭുതകരമായ അട്ടിമറി നടത്തി RJD അധികാരം പിടിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ RJD അധികാരത്തിൽ വരുന്നത് സഖ്യകക്ഷിയായ മന്ത്രിസഭയിൽ അത്രേ ഉള്ളൂ. ബംഗാളിൽ പിന്നെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിലാണ്. തമിഴ്നാട്ടിലുണ്ടോ? തമിഴ്നാട്ടിൽ സ്റ്റാലിൻ വീണ്ടും അധികാരത്തിൽ വന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ അവസരം കിട്ടുമെന്നേ ഉള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ കോൺഗ്രസ് രാജ്യത്ത് ദുർബലമായിരിക്കുമ്പോൾ അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ആ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ അങ്ങേറ്റം ദുർബലമാണ് UDF എന്ന മുന്നണി. അത് അടുത്ത ഘട്ടത്തിൽ നമുക്ക് വിശദീകരിക്കാം. പ്രശ്നം എന്താണ്? ആ മുന്നണി എങ്ങനെ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാത്തൊരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോൺഗ്രസ് കേരളത്തിൽ ഇപ്പോൾ 10 വർഷമായിട്ട് അധികാരത്തിലില്ല. ഇനിയിപ്പം 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ UDF എന്ന് പറയുന്നൊരു മുന്നണി ഉണ്ടാവില്ലെന്നേ. ആ മുന്നണിയിൽ ഘടകകക്ഷികൾ ഉണ്ടാവില്ല. അവരൊക്കെ ചേരിമാറി പോകും. സ്വാഭാവികമായിട്ടും ആ ഓരോ ഘടകകക്ഷികൾ എന്ന് പറയുന്നത് വളരെ ചെറിയ പാർട്ടികളാണ്. മുസ്ലിം ലീഗ് ഒഴിച്ച് ബാക്കിയെല്ലാം ഈർക്കിലി പാർട്ടികളാണ്. 1 സീറ്റ് 2 സീറ്റ് കിട്ടുന്ന പാർട്ടികളാണ്. ഇവർക്കൊക്കെ അധികാരമില്ലാതെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അധികാരമുള്ളിടത്തേക്ക് പാർട്ടി മുന്നണി വിട്ട് അവർ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ UDF ആരാ ഉണ്ടാവുക? കോൺഗ്രസ് മാത്രമാണ് ഉണ്ടാവുക. ലീഗിനെ പോലും ഉറപ്പിച്ച് നിർത്താൻ കഴിയുമോ? സംശയമാണ് അക്കാര്യത്തിനകത്ത്. ഈ കോൺഗ്രസ് തന്നെ 10 വർഷം കഴിഞ്ഞ് ഇനി 5 വർഷം കൂടി അധികാരത്തിലില്ലാതിരുന്ന കോൺഗ്രസ് തന്നെ സംസ്ഥാനത്ത് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഈ ഒരു സാഹചര്യത്തെ ഭയക്കുന്ന കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് വളരെ ശക്തമായ താക്കീതാണ് ഈ മീറ്റിംഗ് നൽകിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന KPCC അധ്യക്ഷനെ മാറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ളതായിരുന്നു കൗതുകകരമായൊരു വിഷയം. ഈ മീറ്റിംഗിൽ എല്ലാവരും ആകാംക്ഷയോട് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് അതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കെ സുധാകരൻ തന്നെ ആദ്യം സംസാരിച്ചു എന്നാണ് പറയുന്നത്. കെ സുധാകരൻ പറഞ്ഞ എന്താണെന്നറിയോ? സതീശനുമായിട്ട് ഒരു പ്രശ്നവും എനിക്കില്ല, സതീശനും ഞാനും തമ്മിൽ യാതൊരു തർക്കവുമില്ല, അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് മാത്രമല്ല മാധ്യമങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് CPM ഇടതുപക്ഷവുമാണെന്ന് കൂടി കെ സുധാകരൻ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം CPMൻ്റെ അജണ്ടയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തമ്മിൽ തല്ല് ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നത്. അങ്ങനെ ആ പാർട്ടി പ്രവർത്തകർക്കും പിന്നെ പാർട്ടിക്ക് പുറത്ത് ഇവരെ എന്തെങ്കിലും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ജനങ്ങളുണ്ടെങ്കിൽ അവർക്കിടയിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കണം. ആ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്ന അജണ്ട CPM മാധ്യമങ്ങളിലൂടെ നടപ്പാക്കുന്നു എന്നാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം അതാണ് പ്രശ്നം. നമ്മളിത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മൈക്കിൽ എന്താ സംഭവിച്ച ആലപ്പുഴയിൽ മാത്രമല്ലെന്നേ, അത് വലിയ തർക്കം തന്നെയാണ്. സതീശനും സുധാകരനും തമ്മിൽ വലിയ തർക്കമുണ്ട് എന്ന കാര്യത്തിലുള്ള സംശയമില്ല. അതുപോലെ തന്നെയല്ലേ രമേശ് ചെന്നിത്തല അവസരം നോക്കുന്നു. ശശി തരൂർ ഏറ്റവും അവസാനം എന്താ ചെയ്ത്? ഇന്നിപ്പോഴത്തെ നിങ്ങൾ ആ വാർത്താ സമ്മേളനം കണ്ടാലുണ്ടല്ലോ, ദീപാദാസ് മുൻഷി നടുക്ക് നിൽക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് KC വേണുഗോപാൽ, റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആരാണ്? ശശി തരൂരാണ്. ശരിയാണ്, ശശി തരൂർ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ശശി തരൂർ മാത്രമല്ലല്ലോ വർക്കിംഗ് കമ്മിറ്റി അംഗം. രമേശ് ചെന്നിത്തല എത്രാമതായിട്ടാണ് നിൽക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ശശി തരൂർ ആ പൊസിഷൻ അവിടെ ചെയ്യുന്നത് എന്ന് മാത്രമല്ല, ശശി തരൂർ 5 മിനിറ്റ് യോഗത്തിൽ സംസാരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചു. പാർട്ടിയുടെ എല്ലാ നയങ്ങളും ഞാനിനി മുന്നോട്ട് കൊണ്ടുപോകും, പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കും. നോക്കൂ, ഒരു ശശി തരൂരിനെ പോലെ 2009 മുതൽ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 4 തവണ മത്സരിക്കുകയും UPA സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരിക്കുകയും ചെയ്തിട്ടുള്ള ശശി തരൂർ ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞിരിക്കുകയാണ്, തുടർന്ന് ഞാൻ പാർട്ടി നയങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും, പാർട്ടിയോട് ഉറച്ചു നിൽക്കും. ഇതൊക്കെയാണ് സ്ഥിതി, ഇതൊക്കെയാണ് ഈ മീറ്റിങ്ങിനകത്ത് നടന്നത്. അപ്പോൾ ശശി തരൂർ അവിടെ ഉറപ്പിച്ച് നിർത്തി, ഇനി നിങ്ങൾ ആരും സംസാരിക്കാൻ പാടില്ല. ഈ താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആരും ഇനി മാധ്യമങ്ങളിൽ പോയിട്ട് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയേണ്ടത് കൂടി പരസ്യമായിട്ട് ദീപാദാസ് മുൻഷി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ. രഹസ്യമായിട്ടല്ല അവരിത് പറഞ്ഞിരിക്കുന്നത്. നല്ല പ്രസ് കോൺഫറൻസ് നടത്തി കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് ഞങ്ങൾ ഇവരെയൊക്കെ അങ്ങ് നേരെയാക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന ഈ യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതൃത്വത്തെ അവിശ്വാസത്തിൽ കാണുന്നു. കേരളത്തിലെ നേതൃത്വം ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയിച്ചു വരാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആദ്യം ചെയ്യേണ്ടത് എന്താ പറയുക, നമ്മുടെ വീട് ആദ്യം വൃത്തിയാക്കുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടന്നിരിക്കുന്നത്. ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് ഓരോ ആളുകളും സംസാരിച്ചത് എന്താണെന്നറിയാമോ? കെ സുധാകരൻ ഉണ്ടല്ലോ, ആരും ചോദിച്ചില്ല കേട്ടോ. ഞാൻ ആ മാധ്യമ സമ്മേളനം കണ്ടു, ഒരാളും ചോദിക്കാതെ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും ബാക്കിയുള്ള എല്ലാ നേതാക്കളും തിരിഞ്ഞു പോകുമ്പം ആ പോഡിയത്തിലേക്ക് വന്നിട്ട് കെ സുധാകരൻ പറയാണ്, ഞങ്ങൾ കേരളം തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു. ആരും ചോദിച്ചിട്ടൊന്നുമില്ല. അവിടെ നിന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ കേരളം തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു, അതിനുവേണ്ടി ഞങ്ങൾ പണിയെടുക്കാൻ തീരുമാനിച്ചു. ഇത് കേരളം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ആലോചിക്കേണ്ട കാര്യമല്ല, ഇന്ന് രാവിലെ പ്രവർത്തനം ആരംഭിക്കേണ്ട ഒരു കാര്യമല്ല. 2021 തുടർഭരണം ഉണ്ടാകുന്ന സമയം മുതൽ തന്നെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് ആലോചിക്കണ്ടേ 26 പിടിക്കണമെന്ന്? 21 പണി തുടങ്ങണ്ടേ? 2014 ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി വന്ന നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അന്ന് സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങായിരുന്നില്ല. 2019 പ്ലാൻ തീരുമാനിച്ചു അന്ന് രാത്രിയിൽ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, അതാണ് റോഡ് മാപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. 2019 പ്ലാൻ തീരുമാനിച്ച് നടപ്പാക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാവോ? 272 സീറ്റായിരുന്നു 2014-എങ്കിൽ 2019 303 സീറ്റാണ് BJP ഒറ്റയ്ക്ക് കിട്ടിയത്. അപ്പോൾ 2021 തീരുമാനം എടുക്കണമായിരുന്നു. ഇന്നിപ്പോൾ ഈ യോഗം നടത്തിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു, പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു. പിന്നെ സംസാരിച്ചിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷാണ്. ഒരു വാക്കേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒറ്റ വരി ആവർത്തിച്ച് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിച്ചു. ഇതെന്താ പ്രശ്നം? ഒരു
പാർട്ടിയല്ലേ ഇത്. ആ പാർട്ടിയിലെ ഒരു നേതാവിന്, അതും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗത്തിന് മാധ്യമങ്ങളോട് പറയേണ്ട ഒരു വാക്യമാണോ അത്? ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിച്ചു എന്നുള്ളത്. ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുമെന്ന് പറഞ്ഞാൽ പലകെട്ടായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ആ പലകെട്ടാകണ്ട. ഇനി അങ്ങനെ പലകെട്ടായി നിന്നാൽ ഈ പണിക്ക് നിങ്ങളെ കൊള്ളത്തില്ല, നിങ്ങളെ മാറ്റി നിർത്തി മറ്റു കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുമെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, പറയണമല്ലോ. അത് തന്നെയല്ലേ ദീപാദാസ് മുൻഷി വളരെ വ്യക്തമായി പറഞ്ഞത്. ദിസ് ഈസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ഫ്രം ദി ഹൈക്കമാൻഡ്. ഞങ്ങൾക്ക് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കൃത്യമായ സൂചന ഇതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഏപ്രിലിൽ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന AICC അധ്യക്ഷൻ തന്നെ നേരിട്ട് വന്നിട്ട് ഒരു കോൺഫറൻസ് നടത്തി റോഡ് മാപ്പ് തീരുമാനിച്ച് പിന്നെ അങ്ങോട്ടേക്ക് പ്രവർത്തന പരിപാടികളുമായിട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇന്നത്തെ ഹൈക്കമാൻഡ് യോഗം എന്ന് പറയുന്നത് ഈ പാളയത്തിൽ പടയില്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു. അവർ ജനങ്ങളെ വിശ്വസിക്കുന്നുണ്ടെന്നേ, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ തമാശ. കേരളത്തിലെ ജനങ്ങളെ ഹൈക്കമാൻഡ് വിശ്വസിക്കുക. അവർ പറയുന്നത് എന്താ? ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഭരണമാറ്റം. ആ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണമാറ്റം നടപ്പിലാകണമെങ്കിൽ ആദ്യം നിങ്ങൾ നന്നാവണം. നിങ്ങൾ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണ് എങ്കിൽ പിന്നെ അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല. അതുകൊണ്ട് അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല, ഒരു പ്രതികരണവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ചുരുക്കത്തിൽ ഇവിടെ നിന്നുള്ള 10-25 പ്രമുഖരായ നേതാക്കളെ വിളിച്ചിരുത്തി AICC ആസ്ഥാനത്ത് 3 മണിക്കൂർ നടത്തിയ യോഗത്തിൽ ഇവരെ ശാസിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ലാതെ കേരളത്തിലെ ജനങ്ങളെ അവർ കൃത്യമായി കോൺഫിഡൻസിലെടുക്കുന്നു, വിശ്വാസത്തിലെടുക്കുന്നു. കുഴപ്പക്കാരെന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെയാണെന്നുള്ളൊരു വിലയിരുത്തലല്ലേ ഇന്ന് ഹൈക്കമാൻഡ് നടത്തിയിരിക്കുന്നത്. അതാണ് ദീപാദാസ് മുൻഷി ഏതായാലും മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളാരും ആ യോഗത്തിലുണ്ടായിരുന്നില്ല, നാളെ ഇതിനെക്കുറിച്ച് തർക്കിക്കാൻ ഒരു കോൺഗ്രസ് നേതാവും വരികയും വേണ്ട. കാരണം ഞാനും പങ്കെടുത്തിട്ടില്ല ആ യോഗത്തിൽ, അതുകൊണ്ട് അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആ യോഗത്തിന് ശേഷം AICCയുടെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ വായിച്ചെടുക്കുന്നത് ഇവരാണ് കുഴപ്പം, ജനങ്ങൾ ഇവിടെ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അതിനെയാണല്ലോ KC വേണുഗോപാലും പറഞ്ഞത്. ജനവിരുദ്ധ സർക്കാരാണ് കേരളത്തിലുള്ളത്, അതിനെ മാറ്റാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ട പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുക, അത് ഐക്യത്തോടെ മുന്നോട്ട് പോവുക, ഇല്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നൊരു വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇന്നത്തെ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത ഈ യോഗം എന്ന് പറയുന്നത് പാളയത്തിൽ പട ഒഴിവാക്കാനും അനൈക്യമില്ലാതാക്കാനും വൃത്തിയാക്കൽ, ഒരു വീട് വൃത്തിയാക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനും വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആ അർത്ഥത്തിൽ ഇവിടെയുള്ള നേതാക്കളെ വിളിച്ച് ശാസന തന്നെയാണ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കുക എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. Meet the editors.